കോഴിക്കോട് ഫാറൂഖിൽ 15 വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ 3 വിദ്യാർത്ഥികൾ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് പെൺകുട്ടിയുടെ മൊഴി. മറ്റൊരു വിദ്യാർത്ഥി ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചെന്നും പെൺകുട്ടി പറഞ്ഞു. ഇതോടെ കേസിൽ പ്രതികളായവരുടെ എണ്ണം 4 ആയി. രണ്ടാഴ്ച മുൻപാണ് കോഴിക്കോട് ഫാറൂഖിൽ 15 വയസ്സുകാരി പീഡനത്തിനിരയായത്. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ബന്ധു അവിചാരിതമായി ഫോണിൽ കാണാനിടയായി. തുടർന്ന് സ്കൂളിൽ വിവരമറിയിക്കുകയും പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തു. കൗൺസിലിംഗിലാണ് പീഡന വിവരം കുട്ടി തുറന്നു പറഞ്ഞത്. സുഹൃത്തുക്കൾ കൂടിയായ 13-14 വയസ്സുള്ള വിദ്യാർത്ഥികൾ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11-കാരൻ പീഡന ദൃശ്യം പകർത്തി പ്രചരിപ്പിച്ചതായും പെൺകുട്ടി പറഞ്ഞു. തുടർന്ന് ബന്ധുക്കളും അധ്യാപകരും നല്ലളം പോലീസിൽ പരാതി നൽകി. പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിക്കുകയും ഹാജരാകാൻ ആവശ്യപ്പെട്ട് ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ആദ്യ മൊഴിയിൽ പ്രതികൾ 2 പേരായിരുന്നു. പിന്നീട് നൽകിയ മൊഴിയിലാണ് 3 പേർ ശാരീരികമായി ഉപദ്രവിച്ചെന്നും മറ്റൊരു വിദ്യാർത്ഥി ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചെന്നും പെൺകുട്ടി അറിയിച്ചത്. ഇതോടെ കേസിൽ പ്രതികളായവരുടെ എണ്ണം 4 ആയി. 4 പേരെയും കഴിഞ്ഞ ദിവസം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. പ്രതികളായ വിദ്യാർത്ഥികളെ വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.